വൈദേഹി 4 മണിയെന്ന് പറഞ്ഞെങ്കിലും 4:30യോളമായി. വൈദേഹിയും സിസ്റ്റർ ലയയും എത്തിയപ്പോൾ തൻ്റെ അരികിലേക്ക് ഓടിവന്ന് തന്നെ കെട്ടിപ്പിടിക്കുമെന്നാണ് രുദ്രൻ അവളെ കണ്ടപ്പോൾ ഓർത്തത്. പക്ഷേ വൈദേഹി സാവധാനം നടന്നു വന്നു. എങ്ങനെയുണ്ട്? നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സിസ്റ്റർ? വൈദേഹിയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ലയയോട് ചോദിച്ചു. ധാരയും ഒഴിച്ചിലുമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം. പിന്നെ നന്നായി ഉറക്കം വരുന്നുണ്ട്. കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ മതി, മാറിക്കോളും, അവൾ പറഞ്ഞു. മാഷി, എന്നാൽ പിന്നെ ഞങ്ങൾ ആയിക്കോട്ടെ, നാളെ കാണാം കേട്ടോ. മോള് പോയി സുഖമായി കിടന്ന് ഉറങ്ങിക്കോ. ഇരുവരും റൂമിലേക്ക് നടന്നു പോകുന്നത് നോക്കി ലയയും മാഷും കൂടി നിന്നു. വൈദേഹി, എന്തുപറ്റി? ക്ഷീണമാണോ? ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. എന്നാലേ നമുക്ക് കുളിച്ചാലോ, എന്നിട്ട് കിടന്നുറങ്ങാം. അവൻ മുമ്പ് സംസാരിച്ച അതേ ടോണിലാണ് അവളോട് പറയുന്നത്. കുളിച്ചതായിട്ടാ. ധാര കഴിഞ്ഞതും കുളിച്ചു. കണ്ണൊക്കെ അടഞ്ഞു പോവാ. ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. അവളുടെ സംസാരമൊക്കെ ഇരുത്തം വന്നതുപോലെ രുദ്രന് തോന്നി. എന്തൊക്കെയോ മാറ്റം. മാഷു പറഞ്ഞതുപോലെ ഇത്ര പെട്ടെന്ന് ചികിത്സ ഫലം കണ്ടോ? ബെഡ്ഷീറ്റൊക്കെ തട്ടിപ്പൊത്തി വിരിച്ച ശേഷം അവൻ വൈദേഹിയോട് കിടന്നോളാൻ പറഞ്ഞു. അവൾ ബെഡിലേക്ക് കയറി ചോരന് അഭിമുഖമായി കിടന്നു. വൈകാതെ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടറെ ഒന്ന് കാണണം. ആ ഉദ്ദേശത്തോടെ അവൻ അവിടേക്ക് ചെന്നു. ഡോക്ടർ വ്യാസ് ആരെയോ ഫോണിൽ വിളിച്ച് അരികിൽ ശംഖുമാഷുമുണ്ട്. രുദ്രനെ കണ്ടതും കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കയറി വരാൻ. അവൻ പതിയെ അകത്തേക്ക് ചെന്നിട്ട് കസേരയിലിരുന്നു. വ്യാസിൻ്റെ ഫോൺ സംഭാഷണം അവസാനിക്കുവാൻ 10 മിനിറ്റ് എടുത്തിരുന്നു. വൈദേഹി ഉറങ്ങിക്കാണുമല്ലേ? ഫോൺ കട്ട് ചെയ്ത് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ഡോക്ടർ അവനോട് ചോദിച്ചു. ഉവ്വ. നടന്നു വന്നപ്പോൾ തന്നെ അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഉറക്കം വരുന്നുണ്ടെന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് എത്തിയത്. പേടിക്കാനൊന്നുമില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആൾക്ക് നല്ല മാറ്റങ്ങൾ പ്രകടമാകും. ഒരുപാട് ദിവസത്തെ ആവശ്യമൊന്നുമില്ല. ഏറിയാൽ ഒരു 5 ദിവസം. അതിനുള്ളിൽ തന്നെ വൈദേഹി ഓക്കെ ആവും. ഡോക്ടർ പറഞ്ഞതും രുദ്രൻ്റെ മുഖം തെളിഞ്ഞു. ശംഖുമാഷിനെ ഇയാൾ പരിചയപ്പെട്ടിരുന്നല്ലേ? വ്യാസ് ചോദിച്ചതും രുദ്രൻ തലകുലുക്കി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നിങ്ങളുടെ കാര്യം. ലേമോള് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഇയാൾ വിട്ടുപോകുമോ എന്നുള്ള പേടി കാരണമാണ് വൈദേഹി വയലൻ്റായത്. കാരണം അത്രമാത്രം ആഴത്തിൽ വൈദേഹിയുടെ ഉള്ളിൽ ഇയാളുണ്ടായിരുന്നു. ശംഖുമാഷ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി രുദ്രനെ നോക്കി പറഞ്ഞു. ഡോക്ടർ, അസുഖം മാറിയാലും ഇനിയും അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും? അതൊന്നും ഇനി സംഭവിക്കാൻ ഇടയുണ്ടാവത്തില്ല. അതിനുവേണ്ടിയാ അടുത്ത ദിവസങ്ങളിലെ ട്രീറ്റ്മെൻറ്റ്. ഇന്നത്തെ ധാരയും ഒഴിച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വൈദേഹി 60% ഓക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. പഴയ പല കാര്യങ്ങളും അയാൾ വളരെ കൃത്യതയോടുകൂടി എന്നോട് സംസാരിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു വൈദേഹി പെട്ടെന്ന് തന്നെ റിക്കവർ ആകുമെന്ന്. അതുകൊണ്ടൊന്നും ഭയപ്പെടണ്ട. അയാൾ 100% ഓക്കെയാണ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മടങ്ങുകയും ചെയ്യാം. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ വൈദേഹി ഉണരും. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. അയാളൊക്കെയും തന്നോട് പറയും. ഇല്ല, ഞാനൊന്നും ചോദിക്കില്ല. ടെൻഷനൊന്നും വേണ്ട രുദ്രൻ, ധൈര്യമായിട്ടിരുന്നോ. ആ കുട്ടിയെ പഴയ വൈദേഹിയായിട്ട് തന്നെ ഞങ്ങൾ തനിക്ക് തിരിച്ചു തരും. അവൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടർ? അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രുദ്രനെക്കുറിച്ച് മാത്രമാണ്. അവളുടെ ഊണിലും ഉറക്കത്തിലും എന്നു വേണ്ട സകല നാഡീ ഞരമ്പുകളിലും അവളുടെ രക്തത്തിൽ പോലും ലയിച്ചിരിക്കുന്ന ഒരേയൊരു നാമം മാത്രമാണ്. അത് രുദ്രദേവ് എന്നുള്ളത്. ഡോക്ടർ വ്യാസ് പറഞ്ഞതും രുദ്രൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. എന്തായാലും രുദ്രൻ റൂമിലേക്ക് ചെല്ല്. സംശയമുള്ളതൊക്കെ ലയ തീർത്തു തരും. ഞാൻ കുറച്ച് തിരക്കാം. ഒപ്പം ശംഖുമാഷിനോട് കൂടി സംസാരിക്കണം. ശരി ഡോക്ടർ, നമുക്ക് പിന്നെ കാണാം. മാഷെ, ചെല്ലു മോനെ, നാളെ കാണാം കേട്ടോ. ഇരുവരോടും യാത്ര പറഞ്ഞ ശേഷം രുദ്രൻ മുറിയിലേക്ക് വന്നു.
സിസ്റ്റർ ലയ അപ്പോഴവിടെ ഉണ്ടായിരുന്നു. വൈദേഹി എന്തെങ്കിലും കഴിച്ചോ? സിസ്റ്റർ ലയയോട് അവൻ ചോദിച്ചു. ഇന്ന് ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ല. ചില പ്രത്യേക പഴങ്ങളുടെ ചാറൊക്കെ കൊടുത്തു, അത്രമാത്രം. ഇനി രാത്രി കഞ്ഞി കൊടുക്കാം. 2-3 ദിവസത്തേക്ക് ഇങ്ങനെയാണ് ഭക്ഷണരീതി. സാറിന് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം. കഴിഞ്ഞ ദിവസത്തെ പോലെ വൈദേഹിനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. കുഴപ്പമില്ല സിസ്റ്റർ, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് മടങ്ങിക്കോളാം. അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നെ സാറിവിടെ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് അച്ഛനെ കണ്ടിട്ട് വരാം. ശരി സിസ്റ്റർ, പൊയ്ക്കോളൂ. അനുവാദം കിട്ടിയതും സിസ്റ്റർ ലയ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ അമ്മയാണ്. കുറച്ച് സമയം അമ്മയോട് കാര്യങ്ങളൊക്കെ അവൻ സംസാരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ വൈദേഹിയുടെ അസുഖം പൂർണ്ണമായും ഭേദമാകുമെന്ന് ഡോക്ടർ അറിയിച്ച കാര്യം അവൻ അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് വൈദേഹിയെ നോക്കി. അവളപ്പോൾ ഗാഢനിദ്രയിലാണ്. വൈദേഹി ഉണരുന്നതും കാത്ത് രുദ്രൻ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു. ചുറ്റിനുമൊന്ന് വീക്ഷിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. അപ്പോഴേക്കും കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനെ. ആ രുദ്രേട്ടാ, നേരെ ഒരുപാടായോ? ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അവൾ രുദ്രനെ നോക്കി മെല്ലെ പറഞ്ഞു. നല്ല ഉറക്കമായിരുന്നു. സിസ്റ്റർ ലയ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞേ താൻ ഉണരുവുള്ളൂ എന്ന്. നേരം എത്രയായി? അവൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 8 മണിയാവാൻ പോന്നു. അയ്യോ, ഇത്രയും അയ്യോ, വല്ലാണ്ട് വിശപ്പ്. ഇന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? അവൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ എന്നറിയുവാനായി രുദ്രൻ സാവധാനം ചോദിച്ചു. ഇന്ന് കഴിച്ചത്, വൈദേഹി ആലോചനയോട് കൂടിയിരുന്നു. ഇന്ന് കഴിച്ചത് എന്തൊക്കെയോ ജ്യൂസായിരുന്നു. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോയെന്ന് ഓർമ്മ കിട്ടുന്നില്ല രുദ്രേട്ട. അവൾ താടിക്ക് കയ്യൂന്നിരുന്ന് പറയുകയാണ്. എന്നിരുന്നാലും ശരി, ഡോക്ടറുടെ 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വൈദേഹിയിൽ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. കാരണം അത്ര കണ്ട് ഒരു ഇരുത്തം വന്ന സംസാരം പോലെയാണ് രുദ്രന് തോന്നിയത്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ ആവോ? പെട്ടെന്നങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സാരമില്ല വൈദേഹി, പതിയെല്ലാം ശരിയായിക്കോളും. ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ലെന്നേ. പെട്ടെന്നായിരുന്നു രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് ശ്രദ്ധിച്ചത്. താൻ അണിയിച്ചു കൊടുത്ത താലിമാല അവിടെയില്ല. വൈദേഹിയുടെ താലിമാല എവിടെ? അവൻ ചോദിച്ചു. ധാരയുടെ സമയത്ത് സിസ്റ്റർ ലയ അതെന്നോട് ഊരി വാങ്ങി. പിന്നീടത് തിരിച്ച് തന്നോ ആവോ? ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ രുദ്രേട്ട. സിസ്റ്റർ ലയയുടെ കൈവശം വൈദേഹി കൊടുത്തു എന്നുള്ളത് ഉറപ്പാണോ? എങ്കിൽ സാരമില്ല, ഞാൻ പോയി ചോദിച്ചോളാം. വൈദേഹി പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷാകും. ഞാൻ അപ്പോഴേക്കും സിസ്റ്റർ ലയെ കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ രാത്രിയിൽ അത്താഴത്തിന് കഞ്ഞിയും പയറുമൊക്കെ ഉണ്ട്. 1 മിനിറ്റ് രുദ്രേട്ട, ഞാനിന്ന് വാഷ്റൂമിൽ പോയിട്ട് പെട്ടെന്ന് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സിസ്റ്ററെ വിളിക്കാൻ പോയാൽ പോരെ? അങ്ങനെ തന്നെ ചെയ്യാം. വൈദേഹി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ഫ്രഷായി വരികയും ചെയ്തു. അപ്പോഴേക്കും സിസ്റ്റർ ലയ റൂമിലേക്ക് എത്തിയിരുന്നു. അവളുടെ കയ്യിൽ 2 ആൾക്കും കഴിക്കുവാനുള്ള ഭക്ഷണമുണ്ട്. സിസ്റ്റർ, വൈദേഹി ഊരി തന്ന മാല എവിടെ? സിസ്റ്ററുടെ കൈവശമുണ്ടോ? രുദ്രൻ ചോദിച്ചു. ഉവ്വ്, ഉണ്ട് കേട്ടോ, ഞാനത് മറന്നുപോയി. സോറി കേട്ടോ, ഇപ്പോൾ കൊണ്ടുവരാം. ധൃതിയില്ല, വൈദേഹിയുടെ കഴുത്തിൽ കാണാഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. സിസ്റ്ററുടെ കയ്യിലേക്ക് അവൾ ഊരിക്കൊടുത്തിരുന്നു. ധാരയുടെ സമയത്ത് കാതിലെയും കഴുത്തിലേക്കും ആഭരണം അതൊക്കെ അഴിച്ചു മാറ്റണം. നിർബന്ധമുള്ളതാണേ. ഞാൻ എടുത്തുകൊണ്ട് തരാം. ശരി സിസ്റ്റർ. അവൻ തലകുലുക്കി സമ്മതിച്ചു. വൈദേഹിയാണെങ്കിൽ ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് അരികിലിരിക്കുകയാണ്. ലയവന്നവളുടെ തോളത്ത് പിടിച്ചു. വൈദേഹി, വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സിസ്റ്റർ, കുഴപ്പമൊന്നുമില്ല. മിടുക്കി, അസുഖമൊക്കെ പെട്ടെന്ന് മാറും. ഇപ്പോൾ രുദ്രേട്ടനടുത്തുള്ളത് കൊണ്ട് വൈദേഹി ഹാപ്പിയല്ലേ? അവളോട് ഇതുവരെയും സംസാരിച്ച അതേ ടോണിലാണ് സിസ്റ്റർ ലയ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ഹാപ്പിയാണ്. വൈദേഹി പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രനെ നോക്കി. അവനും ഒന്ന് ചിരിച്ചു.
നാളെ കാലത്ത് എഴുന്നേക്കണം. കൃത്യം 6 മണിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ഉച്ചവരെ ഉള്ളൂ. അതിനുശേഷം വൈദേഹിക്ക് ഫ്രീ ആവാം. ഞാൻ വന്നിട്ട് വിളിച്ചോളാം. 5 മണിക്ക് മുന്നേ ഉണർന്നാലേ നമ്മൾ അപ്പോഴേക്കും റെഡിയായി എത്തുള്ളൂ. എല്ലാത്തിനും അവൾ മൂളി കേട്ടു. എപ്പോഴും 1000 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആളാ. ഇതെന്താ പറ്റിയത്? ലയ അവളുടെ നെറുകയിൽ തലോടി. മറുപടി വൈദേഹി പുഞ്ചിരി തൂകുക മാത്രം. പണ്ടും ഇവളങ്ങനെയാണ്. അധികം സംസാരമൊന്നുമില്ല ആരോടും തന്നെ. പിന്നെ ആകെക്കൂടി മിണ്ടുന്നത് ശിവചേച്ചിയോട് മാത്രമായിരുന്നു. സിസ്റ്റർ ലയ ഇറങ്ങിപ്പോയതും രുദ്രൻ പെട്ടെന്ന് ഫോൺ കയ്യിലെടുത്തു. വൈദേഹിയെ റൂമിലേക്ക് മാറ്റുമ്പോൾ തന്നെ വിളിക്കണമെന്ന് ശിവേച്ചി പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷേ തനിക്ക് ക്ഷീണമായതിനാൽ ഉറങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് ചേച്ചിയെ വിളിക്കുന്ന കാര്യം ഞാനും വിട്ടുപോയി. കുഴപ്പമില്ല രുദ്രേട്ടാ, ഇപ്പോൾ വിളിച്ചു തന്നാൽ മതി, ഞാൻ സംസാരിച്ചോളാം. അവൾ പറഞ്ഞതും രുദ്രൻ തൻ്റെ ഫോണിൽ നിന്നും ശിവയെ വിളിച്ചു. ആ രുദ്ര, നീ എന്താ ഇത്രയും വൈകിയേ? ഞാൻ വാട്സപ്പ് കോളും ചെയ്തിരുന്നു, പക്ഷെ നീ അറ്റൻഡ് ചെയ്തില്ല. അത് പിന്നെ ചേച്ചി, വൈദേഹി നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പോഴാണ് ഉണർന്നത്. പിന്നെ ഞാൻ വാട്സപ്പ് ഓണാക്കി നോക്കിയതുമില്ല. വൈദേഹിയുടെ കയ്യിലൊന്ന് കൊടുത്തേ മോനെ. ശരി ചേച്ചി. അവൻ ഫോൺ അവൾക്ക് കൈമാറി. ഹലോ ശിവചേച്ചി. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ട്രീറ്റ്മെൻറ്റിലാണ് ചേച്ചി. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോൾക്ക് ക്ഷീണം വല്ലതും ഉണ്ടോ? അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും ഉറങ്ങണമെന്നൊരു ചിന്ത മാത്രം. അതൊന്നും കുഴപ്പമില്ല മോളെ, ഈ മെഡിസിൻ്റെയൊക്കെ ആയിരിക്കും. ഏട്ടനെവിടെ? ചേച്ചിക്ക് സുഖമല്ലേ? ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ല. എനിക്ക് സുഖമാ. പിന്നെ മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇല്ലല്ലോ വൈദേഹി, ഫുഡ് ഇതല്ലേ ഇരിക്കുന്നത്. അവൾ ഭക്ഷണം കഴിച്ചോ എന്ന് പറയുന്ന കേട്ട് രുദ്രൻ അവളെ നോക്കി. ഓ സോറി ചേച്ചി, ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ ഡിയർ. പല കാര്യങ്ങളും മറന്നു പോവാ. എന്താണെന്ന് അറിയില്ല. അതൊന്നും സാരമില്ലടാ. കുറച്ച് ദിവസം കഴിഞ്ഞ് മോൾ ഓക്കെ ആകും. ഇപ്പോൾ വെറുതെ ടെൻഷൻ ആവണ്ട. എന്നാലേ നേരം കളയാതെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നോളൂ. മിടുക്കി കുട്ടിയാണേ എൻ്റെ വൈച്ചൂട്ടൻ. ശിവ സ്നേഹത്തോടെ പറയുന്നത് രുദ്രനും കേട്ടു. ഫോൺ കട്ടാക്കി അവൾ രുദ്രനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇരുവരും കൂടിയിരുന്ന് ആഹാരം കഴിച്ചു. വൈദേഹി അപ്പോഴും ആലോചനയിലാണ്. കലിപില വർത്താനം പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ ആഹാരം കഴിച്ചിരുന്നവളാണ്. പെട്ടെന്ന് അവളുടെ നിശബ്ദത അതവനെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് വേണം പറയാൻ. തുടരും.